वक्रतुण्ड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഗുരുവന്ദനം. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത. ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസ ഫലങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യപ്പെടുന്നവർ SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിചയപ്പെടുത്താം. മാസത്തിൻ്റെ ആരംഭത്തിൽ, അതായത് മാർച്ച് മാസം 1-ാം തീയതി സൂര്യൻ കുംഭരാശിയിലും ശനിയും പിന്നെ ബുധനും കുംഭരാശിയിൽ തന്നെയാണ്. മീനത്തിൽ സർപ്പിയും മേടത്തിൽ വ്യാഴവും കന്നിയിൽ കേതുവും മകരത്തിൽ ശുക്രനും കുജനും ഒക്കെയാണ് ഗ്രഹസ്ഥിതി. പിന്നെ ചന്ദ്രൻ 2.25 ദിവസത്തിൽ ഓരോ രാശിയിലും മാറിക്കൊണ്ടേയിരിക്കും. മുകളിൽ പറഞ്ഞ ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങളെക്കുറിച്ച് പറയാം. കർക്കിടകൻ രാശിയിലുള്ള പുണർദം 4-ാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ ശനിദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം കർമ്മപരമായിട്ടുള്ള ഉയർച്ചയും പൊതുവായ ധനം കൈകാര്യം ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരികയും ജോലിഭാരം കൂടുതൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. ചെയ്യുന്ന തൊഴിലിൽ തൃപ്തിക്കുറവുണ്ടാവുകയും ചെയ്യും. വയസ്സിൽ മുതിർന്നവരോട് അപമര്യാദ കുറവ് കാണിക്കുവാനുള്ള യോഗം കൂടി കാണുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ദീർഘദൂര യാത്ര വേണ്ടതായിട്ടൊക്കെ വരും. യാത്രാക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരികയും ചെയ്യും. എല്ലാ കാര്യങ്ങളും ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി വീക്ഷിക്കും. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലമാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില നന്മകളും ചില തിന്മകളും ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട്. സമൂഹവുമായി നല്ല ബന്ധം സ്ഥാപിക്കും. കുടുംബത്തിൽ വാക്കുതർക്കം വരാനുള്ള യോഗം കൂടി കാണുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനവരവുണ്ടാകാനുള്ള യോഗം കൂടിയുണ്ട്. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും. ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും 1-2 വട്ടം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സമയമാണ്. സ്ത്രീകൾ നിമിത്തം സന്തോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. സന്താനങ്ങൾ നിമിത്തം സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. വിവാഹപ്രായത്തിലുള്ള സന്താനങ്ങളുള്ളവർക്ക് അവരുടെ വിവാഹത്തിന് സമയം വളരെ അനുകൂല നിലയിലാണ് കാണുന്നത്. ഗവൺമെൻറ് ജോലിക്കായി മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് വിജയവും തൊഴിൽ ലഭിക്കുവാനുള്ള യോഗവുമൊക്കെ കാണുന്നുണ്ട്. ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറവുണ്ടാകും. പലപ്പോഴും വാക്കുതർക്കം ഉണ്ടാകും. വിദേശത്തേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനുള്ള യോഗം അനുകൂലമായിട്ടാണ് കാണുന്നത്. പിതാവിൻ്റെയും പിതൃപൂർവികരുടെയും ഒക്കെ അനുഗ്രഹം നിറഞ്ഞൊരു സമയം തന്നെയാണ്. സമൂഹവുമായി കൂടുതൽ അടുക്കുകയും രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്യും. മരുമക്കളിൽ നിന്ന് അനുകൂലമായ നിലപാടുകളൊക്കെ ഉണ്ടാകും. പൊതുവെ ഈ മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ രാശി ലഗ്നക്കാർക്ക് കാണുന്നത്. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ഫലങ്ങളാണ്. നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നടക്കുന്ന ദശ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.